ഹായ് ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനൽ സിൽസ് സഞ്ചാരി. പ്രിട്ടോറിയ കണ്ടു കഴിഞ്ഞപ്പോൾ സമയം ഉച്ചയായി. ഇന്നത്തെ ഉച്ചഭക്ഷണം ഒരു പൊതിയാണ്. അത് രാവിലെ തന്നെ ബസ്സിൽ കയറ്റിയിട്ടുണ്ട്. ഇനി അത് സ്വസ്ഥമായി കഴിക്കാൻ പറ്റിയ ഒരിടം വേണം. പോകുന്ന വഴിയിൽ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു കിടിലൻ റെസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്. അവിടെയാകാം ഇന്നത്തെ ലഞ്ച് എന്ന് ഗൈഡ് പറഞ്ഞു. പൊതിയും പൊക്കിയെടുത്ത് ഞങ്ങൾ റെസ്റ്റ് സ്റ്റേഷന്റെ ഗാലറി പോലുള്ള ഒരിടത്തിരുന്നു. ഈ വിശ്രമ കേന്ദ്രത്തിന്റെ പേര് അൽസു പെട്ര പോർട്ട് എന്നാണ്. ഈ വിശ്രമ കേന്ദ്രത്തിൽ ഇന്ധനവും റെസ്റ്റോറന്റുകളും മാത്രമല്ല, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മിഡൽബർഗിനും ബെൽഫാസ്റ്റിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണാഫ്രിക്കയിലെ N4 ഹൈവേയിലെ ഒരു ജനപ്രിയ സ്റ്റോപ്പാണ് അൽസു പെട്ര പോർട്ട് റെസ്റ്റ് സ്റ്റേഷൻ. ഈ വിശ്രമ കേന്ദ്രത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ഒരു വലിയ പമ്പ്, സൂപ്പർ മാർക്കറ്റ്, ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റ്, വിവിധ ഡൈനിങ് ഓപ്ഷനുകൾ നൽകുന്ന ഒരു റെസ്റ്റോറന്റ് എന്നിവയെല്ലാം ഉണ്ട്. എന്നാൽ ഇതൊന്നുമല്ല ഞാൻ മുന്നേ പറഞ്ഞ പ്രത്യേകത. അതുക്കും മേലെ എന്ന് പറഞ്ഞാൽ അതുക്കും മേലെ. ഈ വിശ്രമ കേന്ദ്രത്തിൽ ധാരാളം കാട്ടുമൃഗങ്ങളെ കാണാം. അതുകൂടാതെ നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങളുടെ മനോഹര കാഴ്ചകളും കാണാം. കാട്ടുമൃഗങ്ങളുടെ ഈ കാഴ്ചയും പ്രകൃതി രമണീയതയുമെല്ലാം സാധാരണ സർവീസ് സ്റ്റേഷനുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സവിശേഷതയല്ലേ? കാട്ടുമൃഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയോട് കഴിയുന്നത്ര ചേർന്ന ചുറ്റുപാടിലാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. യാത്രക്കാർ അവരുടെ യാത്രയിൽ നിന്നും ഇടവേള എടുക്കുമ്പോൾ മൃഗങ്ങളെ നിരീക്ഷിക്കാനും ഫ്രീയായി അടുത്തു കാണാനുമുള്ള നല്ലൊരു അവസരമാണിത്. ആഫ്രിക്കയിലെ ബിഗ് 5-ൽപ്പെട്ട കാട്ടുപോത്തും കണ്ടാമൃഗവും, ഇവരെ കൂടാതെ ആന്റിലോപ്പ്, കുഡു, സ്പ്രിംഗ് ബോക്ക് തുടങ്ങിയ ഒട്ടനവധി മൃഗങ്ങളെയും ഇവിടെ കാണാം. വലിയ പറക്കാനാവാത്ത പക്ഷിയായ ഒട്ടകപ്പക്ഷികൾ ചുറ്റുപാടും കൊത്തിപ്പെറുക്കി വിഹരിക്കുന്ന കാഴ്ച കൗതുകമുണർത്തുന്ന ഒന്നാണ്. സന്ദർശകർക്ക് മൃഗങ്ങളെ സുരക്ഷിതമായി കാണാൻ കഴിയുന്ന രീതിയിൽ പ്രത്യേക നിരീക്ഷണ കേന്ദ്രങ്ങളും നടപ്പാതകളും ഇവിടെയുണ്ട്. മൃഗങ്ങളുടെയും സന്ദർശകരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനൊപ്പം മികച്ച കാഴ്ചകളും പ്രദാനം ചെയ്യുന്നു. മൃഗങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷണത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ബോർഡുകളും അടയാളങ്ങളും നമുക്ക് കാണാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരവും വിജ്ഞാനപ്രദവുമാകുന്നു. അൽസു പെട്ര പോർട്ടിലെ മൃഗപാർക്ക് വന്യജീവി സംരക്ഷണത്തിൽ ഒരു പങ്ക് വഹിക്കുന്നു. ഈ മൃഗങ്ങളെ പ്രദർശിപ്പിക്കുന്നതിലൂടെ ദക്ഷിണാഫ്രിക്കയിലെ വന്യജീവികളെയും പ്രകൃതി പൈതൃകത്തെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പെട്ര പോർട്ട് ജനങ്ങളിൽ ഒരു അവബോധം വളർത്തുന്നു. തദ്ദേശീയ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഇവർ പലപ്പോഴും പ്രാദേശിക വന്യജീവി സംരക്ഷണ സംഘടനകളുമായി സഹകരിക്കുന്നു. മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകാതെയും അവയെ ശല്യപ്പെടുത്താതിരിക്കാൻ ശബ്ദത്തിന്റെ അളവ് കുറയ്ക്കുന്നതിലൂടെയും അവയെ ബഹുമാനിക്കാനും സന്ദർശകരെ ഓർമ്മിപ്പിക്കുന്നു. മൊത്തത്തിൽ അൽസു പെട്ര പോർട്ടിലെ മൃഗങ്ങളുടെ കാഴ്ച അനുഭവം സഞ്ചാരികൾക്ക് സവിശേഷവും ആകർഷകവുമായ ഒരു ഇടവേളയാണ് നൽകുന്നത്.
വിശ്രമത്തിനും ഭക്ഷണത്തിനുമൊപ്പം ദക്ഷിണാഫ്രിക്കയുടെ സമ്പന്നമായ വന്യജീവി പൈതൃകവും പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാനുള്ള അവസരം ഇവിടെ നന്നായി ഒരുക്കിയിരിക്കുന്നു. വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്ന കിടിലൻ വൈബാണ് അൽസു പെട്രാ പോർട്ട് സന്ദർശകർക്ക് സമ്മാനിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. മറ്റൊരു യാത്രാവിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.